പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാളെ 2025 ആഗസ്റ്റ് മാസം 25-ാം തീയതി, അതായത് 1201 ചിങ്ങമാസം 9-ാം തീയതി സോമവാരം തിങ്കളാഴ്ച. നാളെ തിങ്കളാഴ്ചത്തെ രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6:35. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു. ചന്ദ്രൻ അമാവാസി കഴിഞ്ഞ് പ്രതിപദം കഴിഞ്ഞ് വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയിലേക്ക് പ്രവേശിച്ചു. പക്ഷേ ചന്ദ്രൻ വെളുത്തപക്ഷത്തിലെ 5-ാം തീയതി മുതലാണ് ബലവാനാകുന്നത്. നാളത്തെ നക്ഷത്രം പക്ഷേ നല്ല ഒരു നക്ഷത്രമാകുന്നു. നാളെ ഉത്ര നക്ഷത്രമാകുന്നു. അതൊരു ശുഭനക്ഷത്രമാണ്. ഉത്രത്രയത്തിൽപ്പെടുന്നു. പൂരത്രയങ്ങൾ വളരെ അപകടമാണ്, പക്ഷെ ഉത്രത്രയങ്ങൾ വളരെ ഗുണമാണ്. സാധാരണയായി നാം ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി എന്ന് പറയുന്നു. ഉത്രം അയ്യപ്പൻ്റെ നക്ഷത്രമാണ്. ഉത്രം ചിങ്ങൻ രാശിയുമുണ്ട്, കന്നി രാശിയുമുണ്ട്. ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചിങ്ങൻ രാശിയും അവസാനത്തെ 45 നാഴിക കന്നി രാശിയുമാകുന്നു. ഉത്രം സിംഹൻ രാശി പുരുഷന്മാർക്കും കന്നി രാശി സ്ത്രീകൾക്കും വളരെ ഉത്തമമാണ്. കാരണം ഫെമിനൈൻ സൈനാണ്, സ്ത്രീ രാശിയാണ് കന്നിരാശി. സിംഹമാകട്ടെ പുരുഷരാശിയാണ്. ഉത്തര നക്ഷത്രം പുരുഷരാശിയിൽ ജനിച്ച സ്ത്രീയാണെങ്കിൽ അവർ വളരെയധികം കടുംപിടുത്തക്കാരിയായിരിക്കും. അപ്രകാരം ഉത്തര നക്ഷത്രം കന്നിരാശിയിൽ ജനിച്ച പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീയുടെ സ്വഭാവവും ക്വാളിറ്റിയും വളരെ മൈൽഡായി സോഫ്റ്റായി പെരുമാറുന്ന വ്യക്തിയുമായിരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഏതായാലും നാളത്തെ ദിനം തിങ്കളാഴ്ചയാണ്, ഉത്തര നക്ഷത്രമാണ്, ശുക്ലപക്ഷ ദ്വിതീയ തിഥിയാണ്, ചന്ദ്രൻ ബലവാനായി വരുന്നുണ്ട്. നാളത്തെ ദിനത്തിന് ധാരാളം ശുഭമുഹൂർത്തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എനിക്ക് തരാൻ കഴിയും. നാളെ 9 മണി വരെയാണ് രാഹുകാലം. നാളെ 10:20 മുതൽ 11:45 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിട്ടിറങ്ങാം, അതിൽ വിജയിച്ച് വരാം. നാളെ ഉത്തര നക്ഷത്രമാണ്, തിങ്കളാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞു. നാളെ നിർബന്ധമായും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദിത്യന് നക്ഷത്രാധിപനായ ഗ്രഹം സൂര്യനാണ്. സൂര്യൻ ശിവനാണ്. ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര വഴിപാട് സമർപ്പിക്കുക. അപ്രകാരം തന്നെ ദേവിക്ക് വിവാഹ സ്വയംവര മാംഗല്യത്തിനായി സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യാം. ശിവക്ഷേത്രത്തിലെ പിൻവിളക്ക് ദേവി ഉണ്ടാകാം. ആ ദേവീക്ഷേത്രത്തിൽ നാളെ ഭർത്തൃശ്രേയസ്സിനായി ശിവപാർവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യാം. എല്ലാം മംഗളമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.